ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ കുഴിയിലോട്ട് ഇറങ്ങുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെ നല്ലൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. എരുമ പോത്തിനെയൊക്കെയാണ് വളർത്തുന്നത്. വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ഡാം ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇപ്പം പശുവിനും എരുമയ്ക്കും ആടിനും ഒക്കെ വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന അണ്ടാവുകളായി ഇരിക്കുന്നത് കണ്ടോ. അല്ലാണ്ട് ഇവിടെ എല്ലാം പലതരത്തിലുള്ള ഉണ്ടമുളകാണ് നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ 7 പശുക്കളെ പിഴിയുന്നുണ്ട്, പിന്നെ 2 എണ്ണം ചെനയുള്ളതുണ്ട്. അപ്പം അതിൻ്റെ കുഞ്ഞുങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, എന്നും ഞാൻ എൻ്റെ കൃഷിയും കൃഷി രീതികളും ഒക്കെയാണല്ലോ കാണിക്കുന്നത്. അപ്പം നമ്മുടെ കൃഷി ഇതിനകത്ത് നമുക്ക് എപ്പോഴും നമ്മുടെ കൃഷി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബോറടിയല്ലേ. അപ്പം നമുക്ക് ഒരു ചേഞ്ച് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതായ ഒരു ഫാമിലോട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ അവിടെ പുതുതായിട്ടൊക്കെ തുടങ്ങിയതാണ്. അപ്പം ആ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് പിന്നെ എൻ്റെ നാട് തന്നെയാണ് എങ്കിലും ഞങ്ങൾ അങ്ങോട്ട് അധികം അങ്ങനെ പോയിട്ടില്ല. പെരുവഴിക്കാടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ചെന്നിട്ട് നമുക്ക് ആ ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഞങ്ങളിവിടെ ഒരു ഫാം കാണാനായിട്ട് വന്നിരിക്കുകയാണ്. നല്ല രസമാണ് ഇവിടുത്തെ ഈ ഫാമൊക്കെ കാണാനായിട്ട്. നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ സ്വദേശമായ നല്ലിലയിൽ തന്നെയാണ്. ഇപ്പം നമ്മുടെ ഇവിടെ നല്ലൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് വരുന്നത് നല്ല ഒരു ഹൈ റേഞ്ച് മാതിരിയാണ്. അപ്പം മേളിൽ നിന്നുള്ള വെള്ളമെല്ലാം ഈ കുളത്തിലാണ് വന്ന് കിടക്കുന്നത്. അപ്പം ഈ കുളത്തിൽ എരുമ പോത്തിനെയൊക്കെയാണ് വളർത്തുന്നത്. അപ്പോൾ അവരെല്ലാം നല്ല വെള്ളത്തിലൊക്കെ ഇങ്ങനെ കുളിച്ചും കളിച്ചും ഒക്കെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ നിറം കണ്ടിട്ടായിരിക്കും അവരെല്ലാം ഇങ്ങനെ അമ്പരന്ന് നോക്കുകയാണ്. ആദ്യമായിട്ട് കാണുവാണല്ലോ ഇവരെ. അതുതന്നെ ഡ്രസ്സാണോ ഒന്നും പറയാൻ പറ്റില്ല. ചില കളറിനോട് എന്താണ് നമ്മുടെ ഈ പോത്തിനും കാളയ്ക്കൊന്നും ചില കളർ പിടിക്കത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. നോർത്തിലൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരെല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുമായിരുന്നു. ഇപ്പം ഇവിടുത്തെ നോക്കുന്ന പുള്ളി വന്ന് നിന്നതുകൊണ്ട് അവർ കുറച്ചങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പം എരുമയ്ക്കും പോത്തിനും ഒക്കെ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നതാണ് ഇഷ്ടം. അപ്പം അവരുടെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവരെ ഈ കുളത്തിൽ കൊണ്ട് ഇറക്കിയിരുന്നാൽ അവരിങ്ങനെ തണുപ്പൊക്കെ കൊണ്ട് ഇങ്ങനെ അങ്ങ് കിടന്നോളും. പിന്നെ ഇവിടെ കവുങ്ങൊക്കെ ആയിരുന്നു ഇതിൻ്റെ നടുക്കൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കുളമൊക്കെ കുത്തിയപ്പോഴത്തേക്ക് കവുങ്ങൊക്കെ അങ്ങ് കുറേയൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവരെ വെള്ളത്തിൽ നിന്ന് കയറ്റിയിട്ട് പിന്നെ അവർക്ക് തീറ്റയും വെള്ളമൊക്കെ കൊടുത്തിട്ട് അവരെ തൊഴുത്തി കൊണ്ടുവന്ന് കെട്ടും. വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ഡാം ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇത് മൃഗം മാത്രം എന്താണ് പോത്ത് വരുമ്പോൾ മാത്രമല്ല, ഇനി ആടും പശുവും ഒക്കെ ഉണ്ട്. അത് നമുക്ക് പുറകാലെ ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഇതിനകത്ത് മീൻ വളർത്തലും കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ പല കാര്യങ്ങളാണ് അവരുദ്ദേശിച്ചിരിക്കുന്നത്. ഈ സ്ഥലമൊക്കെ കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും ഇത് എന്തുമാത്രം കാട് പിടിച്ചൊരു സ്ഥലമായിരുന്നു എന്നുള്ളത്. ഞങ്ങൾ പെരുവഴിക്കാടെന്നാണ് ഇതിൻ്റെ പേര്. പെരുവഴിക്കാട് കുഴി എന്നൊക്കെയായിരുന്നു ഞങ്ങൾ പറയുന്നത്. പേടിയായിരുന്നു അന്നൊക്കെ. പെരുവഴിക്കാട് കുഴി ഒരു ഇരുട്ട് മാതിരിയായിരുന്നു നമുക്ക് പേടി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ കുഴിയിലോട്ട് ഇറങ്ങുന്നത്. കാരണം ഈ ഒരു ഫാമൊക്കെ ഇവിടെ വന്നു കാണാൻ നല്ല സെറ്റപ്പൊക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ വന്നതാണ്. ഇപ്പോൾ എൻ്റെ കൊച്ചാങ്ങളെയാണ് പറഞ്ഞത് ഇവിടെ വന്ന് കാണാൻ നല്ല രസമുണ്ട്, ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം കേട്ടോ. ഇത്രയും മാറ്റമൊക്കെ ഈ സ്ഥലത്ത് പൊന്നൂസ് മുതലാളി എൻ്റെ ഒരു റിലേറ്റീവ്സാണ് ഇത്രയും മാറ്റം ഇതിനകത്ത് വരുത്തിയെന്നുള്ളത്. ഒരുപാട് പൈസ ഇതിനകത്ത് ചിലവാക്കിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഇതിപ്പോൾ ഇവർ ചെയ്തേക്കുന്ന രീതി എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ഫാമിംഗ് രീതിയാണ്. സ്റ്റെപ്പായിട്ട് ഓരോ ലാൻഡ്സ്കേപ്പിനെ കട്ട് ചെയ്തിട്ട് ഓരോ ഇടത്തും ചെറിയ ഫാമിങ്ങും അതുപോലെ തന്നെ ഏറ്റവും താഴെ എൻഡിൽ വരുന്ന ആ ഒരു റീജിയനിൽ കുറച്ച് പോണ്ട് പോലെ വെള്ളം സ്റ്റോർ ചെയ്യാനും അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇവിടെ വന്ന് ഈ ഒരു ഡാമിലോട്ട് ഹോൾഡാവും. ഓക്കെ, ഇവിടെ നമ്മുടെ ചൂടുകാലത്ത് വെള്ളം ഇവിടെ ഹോൾഡായിട്ട് കൂടുതൽ എന്തെങ്കിലും മഴക്കാലത്ത് വെള്ളം കൂടുതൽ വരുന്ന താഴോട്ട് ഒഴുകിപ്പോയി അത് എന്താ പറയുക തോട്ടിലോട്ട് അതിനെ അങ്ങ് വിടും. ആ രീതിയിലാണ് കംപ്ലീറ്റ്ലി പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ പണി നടക്കുന്നതേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഇപ്പോൾ 2 വർഷമായിട്ട് ഇവർ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇവർ കൃഷിയും ചെയ്യുന്നുണ്ട്. ഇപ്പം തട്ടായിട്ട് ഇവിടെ റബ്ബറാണ്. അതുകൊണ്ട് ആ മുകളിലോട്ട് നോക്കും തോറും ഇപ്പോൾ തട്ടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ വാഴകൾ, അങ്ങനെ കപ്പ, അങ്ങനെ ഓരോരോ കൃഷികളും ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം മരങ്ങളും ഉണ്ട് ഇതിനകത്ത്. മാവ്, പ്ലാവ്, ബദാം, കവുങ്ങ്, തെങ്ങ്, എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. ഇപ്പം നിന്നിട്ട് നല്ല ചൂട് നമുക്ക് പുറത്ത് തോന്നുന്നെങ്കിലും ഇവിടെ താഴെ നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ്. കാരണം നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഈ വെള്ളവും ഒക്കെ കിടക്കുന്നതുകൊണ്ട് നല്ലൊരു തണുപ്പാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇപ്പം പശുവിനും എരുമയ്ക്കും ആടിനും ഒക്കെ വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന അണ്ടാവുകളായി ഇരിക്കുന്നത് കണ്ടോ. നമ്മുടെ കാറ്ററിംഗ് നടത്തുന്ന മാതിരി അവിടെ എന്തുമാത്രം ഭക്ഷണം അവർക്കെല്ലാം ഉണ്ടാക്കിയാൽ പറ്റും. 2 നേരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ജോലിയാണ് കേട്ടോ. വേവിച്ചിട്ടിരിക്കുക. ഇത് പുളിയരിയും അരിയും എല്ലാം കൂടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. 2 നേരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്.
അല്ല അതിപ്പോൾ ഒരു നേരത്തെ ബാക്കിയുള്ളൂ. ഇതിനകത്ത് കുറേ കിടപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കി ഇപ്പോൾ ഒരു നേരം കൊടുക്കാനുള്ളതേ ഉള്ളൂ ഈ ഒരു രണ്ടാവിനകത്തുള്ളത്. ഇതെന്തുമാത്രം വിറവുണ്ടായാലും ഒക്കെ ഇത്രയും വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിലും ഇവർക്ക് വെള്ളവും ആഹാരമൊക്കെ കൊടുക്കുന്ന ഇതിനകത്ത് ഇല്ലയോ? ഇതിനകത്ത് നല്ല രസമായിട്ടോ. ഇത് ഡ്രമ്മ് മുറിച്ചിട്ട് അതിനകത്ത് ഒരു എന്താണ് ഒരു സ്ക്വയർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇറക്കി വെച്ചിരിക്കുക. അല്ലാതെ ചരുവത്തിനകത്തൊന്നും കൊടുത്താൽ അതെല്ലാം നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു നല്ലൊരു ഐഡിയ ആണിത്. ഇപ്പോൾ 1-2 പേരൊക്കെ നിന്ന് കഴിച്ചോളൂ അതിനകത്ത്. 2 പേർക്ക് അല്ലേ? ഇപ്പോൾ ഇവിടെ രാത്രി കൊണ്ടുവന്ന് കെട്ടുന്നേ ഇവിടെ തന്നെ. ഇവിടെ എല്ലാം ഒരു കൊച്ചോടെ നിന്ന് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അന്നേരം എല്ലാം ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമേ വൃത്തിയായിട്ട് കിടക്കത്തുള്ളൂ. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇവിടെ അവർ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ നിന്ന് വരുന്നതായ ചാണകം, മൂത്രം എല്ലാം ഇവിടുത്തെ കൃഷികൾക്ക് തന്നെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ അത് കൂടാതെ പിന്നെ പുറത്തോട്ടൊക്കെ ആൾക്കാർ പുറത്തൊക്കെ ഉള്ളവർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് കേട്ടോ. ഇത്രയും മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ചാണകം, അതുപോലെ ഗോമൂത്രം അതും ഇതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എന്ത് ചെയ്യുന്നത്? ചാണകം ഞങ്ങൾ കൃഷിക്കായിട്ട് ഉപയോഗിക്കുക. ഇവിടുത്തെ കൃഷിക്ക് തന്നെ കൃഷി, മുളക്, പച്ചമുളക്, ഉള്ളമുളക് അതിൻ്റെ കൃഷിക്കായിട്ട് ഒക്കെ ഉണ്ട്. അപ്പം പിന്നെ പുറത്തുനിന്ന് ആരും വരത്തില്ലേ വാങ്ങിക്കാൻ? പുറത്തുനിന്ന് കൊടുക്കാനില്ല. ഇല്ലയോ? കൃഷി ഇഷ്ടം പോലെ ഉണ്ട്. അത് ശരി. പുല്ലിന് കൊണ്ടുപോകും. വേറെ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടോ ഇവിടെ? പച്ചക്കറി ഉണ്ടായിരുന്നു. ഇപ്പോൾ തൽക്കാലം മുളക് മാത്രമേ ഉള്ളൂ. സീസൺ കഴിഞ്ഞല്ലോ. അതൊക്കെ എവിടെ? ഉണ്ടോ? പിന്നെ വാഴക്കൃഷിയൊക്കെ ഉണ്ട് അല്ലേ? അപ്പം നല്ല ഏത്തവാഴ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവർ പറയുന്ന 5-ാം മാസത്തിൽ കൊലയ്ക്കുന്ന ഏത്തവാഴയൊക്കെ എന്നാണ് പറയുന്നത്. എല്ലാം കൊലച്ച് നിൽപ്പുണ്ട് കേട്ടോ. അവിടെ ഇവിടെ എല്ലാം കുറേ കാന്താരി മുള വന്നിട്ടിരിക്കുന്നത് കേട്ടോ. അതെല്ലാം പഴുത്ത് കണ്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. കുറേ നിൽപ്പുണ്ട് പഴുത്ത്. ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. അപ്പം ഇത് പറിച്ചവർ വിപണിയിലൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത്. എല്ലാത്തിലും നിൽപ്പുണ്ട്. പച്ചക്കറി മുളകുണ്ട്, കാന്താരിയുണ്ട്, വേറെ മുളകൊക്കെ മുകളിലോട്ട് നിൽപ്പുണ്ട്. അതൊക്കെ നമുക്കിനി പോയി ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ്ട് ഇവിടെ എല്ലാം പലതരത്തിലുള്ള ഉണ്ടമുളകാണ് നിൽക്കുന്നത് കേട്ടോ. നല്ലതുപോലെ പഴുത്ത് നിൽക്കുന്നതുണ്ട്. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് എല്ലാം നമുക്ക് തെളിച്ച് കാണാൻ പറ്റത്ത്. ഇലയുടെ കീഴിലെല്ലാം നിൽപ്പുണ്ട്. ഇഷ്ടംപോലെ കണ്ട് ഇവിടെ എല്ലാം നട്ടിട്ടുണ്ട്. ഇപ്പുറത്തോട്ടും എല്ലാം മുളക്, പല തരത്തിലുള്ള മുളകുണ്ട് കേട്ടോ. ഇതിനെല്ലാം നനയ്ക്കാനായിട്ട് ഇനി ഒരാൾ നിന്ന് വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എല്ലാം സ്പ്രിങ്ക്ലർ സിസ്റ്റമാണ് വെച്ചേക്കുന്നത്. ഒരിടത്തുനിന്ന് ഓൺ ചെയ്താൽ എല്ലായിടവും വെള്ളം അങ്ങ് വീണോളും. അതൊക്കെ നല്ല സൗകര്യം. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കും വെക്കണമെന്ന് തോന്നുന്നു. എന്താ പിന്നെ നമുക്കും വെച്ചാലോ? അപ്പം പിന്നെ എപ്പോഴും കിടന്ന് വെള്ളം ഒഴിക്കാനും പോകണ്ടല്ലോ. ഇവിടെ ഇവരുടെ ഫാമിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ പൈപ്പ് നമുക്ക് പലയിടത്തോടെയും പോകുന്നതാണ്. ഇതെല്ലാം പലയിടത്തോട്ടുള്ള സ്പ്രിങ്ക്ലർ സിസ്റ്റത്തിന് വേണ്ടി അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പൈപ്പുകളാണ്. എല്ലാം ഓരോ ഇടത്തും മേളിലോട്ട് സ്പ്രിങ്ക്ലേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഗുണമാണ്. നമുക്ക് എപ്പോഴും പോയി വെള്ളം ഒഴിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഇതൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ. എന്തായാലും ചെയ്ത് തരണം കേട്ടോ. എനിക്ക് ഇനിയിപ്പോൾ എപ്പോഴും ഒന്നും വെള്ളം ഒഴിക്കാൻ പോകാനൊന്നും നടക്കുന്ന കാര്യമൊന്നും അല്ല കേട്ടോ. അത് എവനെ ഏൽപ്പിച്ചിരിക്കുവാന്നേ. കണ്ട് ഇവിടെ നല്ല ചുമന്ന വാഴയൊക്കെ നിൽപ്പുണ്ട് കണ്ടോ. ഇവനെ വെട്ടാറായി നിൽക്കുന്നതാ. നല്ല കപ്പക്കൊലയൊക്കെ നിൽപ്പുണ്ട്. ചുമന്ന വാഴ. അപ്പോൾ ഈ വാഴ ഇടയ്ക്ക് ഈ പച്ചമുളക്, പലതരത്തിലുള്ളതായ പച്ചമുളക്, കപ്പ ഒക്കെ നട്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഏത്തൻ വിത്തുകളൊക്കെ അവിടെ വെച്ചേക്കുന്നതെന്ന് പറയുന്നു. ഇനി അതൊന്ന് കണ്ടിട്ട് വരാം. അല്ല, ഈ ഏത്തവാഴ വിത്തുകളാണ് കൊടുക്കാനിട്ടേക്കുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് വാങ്ങിക്കാറുണ്ട് ഇവിടുന്ന്. ഇവിടെ എല്ലാം ഏത്തവാഴ കൃഷി, അതിൻ്റെ കൂടെ ചേന കൃഷി എല്ലാം കൂടെ മിക്സായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരിടത്ത് കണ്ടത് വാഴയും മുളകും കൂടെ ആയിരുന്നു. ഇവിടെ ചേനയും വാഴയും കൂടെയാണ്. ഇതിനെല്ലാം പുതുതായിട്ട് നട്ടേക്കുന്നതുണ്ട്, കൊലച്ച് നിൽക്കുന്നതുണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. അതുകൂടാതെ ഇവിടെ വിത്തുകൾ അവർ കൊടുക്കുന്നുണ്ട്. ഈ ഏതാണ് ഏത്തൻ്റെ വിത്തുകൾ 20 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. കൊള്ളാം. ഇവിടെ എല്ലാം ഇങ്ങനെ തടമൊക്കെ എടുത്തിട്ട് നല്ലതുപോലെ വെട്ടിക്കൂട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഇനി എത്ര വളം ഉണ്ടെങ്കിലും എൻ്റെ മൂട്ടിൽ കൊണ്ടുവന്ന് ഇടാം. ആ രീതിയിലാണ് തടമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ നട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചീര കൃഷി, പച്ചക്കറി കൃഷികൾ, പുല്ല് കൃഷി എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ പശുക്കൾക്കും എരുമയ്ക്കും ഒക്കെ കൊടുക്കാനുള്ള പുല്ല് കൃഷി എല്ലാം ഇങ്ങനെ താഴോട്ട് തട്ടായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ എല്ലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ടാണ് ഇതിനെല്ലാം തീറ്റയൊക്കെ കൊടുക്കുന്നത്. ഒന്നിൻ്റെ മൂട്ടിൽ തന്നെ കുറേ വിത്തുകളാണ് കേട്ടോ. വാഴ ഇങ്ങനെ അമ്മ വാഴ കൊലച്ച് നിൽക്കുകയാണ്. കയറ് വെച്ചൊക്കെ കെട്ടി വീണ് പോകാതൊക്കെ നിർത്തിയിരിക്കുക. അപ്പോൾ ഇവിടെ അവർ പശുവിനെ കെട്ടിക്കൊണ്ടിരുന്നത്. പശുവിനെ ഇപ്പോൾ അങ്ങോട്ട് മാറ്റിക്കുക അല്ലേ? അപ്പോൾ ഇവിടെ എന്തോ പണി നടക്കുന്നത്? ഇതിൻ്റെ റൂഫെല്ലാം പോയിട്ടുണ്ടായിരുന്നു, പോയി കിടക്കുമായിരുന്നു. അപ്പോൾ അത് റീവർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാം പൊളിച്ചിരിക്കുക. പശു എത്ര എണ്ണം ഉണ്ട്? 18 എണ്ണം ഉണ്ട്. പിഴിയുന്നതാണോ? പിഴിയുന്ന. അപ്പം പാലൊക്കെ എവിടെ കൊണ്ട് കൊടുക്കും? സൊസൈറ്റി കൊണ്ട്. നല്ല വില നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം 51 85 വില കിട്ടുന്നു. ശരി. പാലായിട്ട് കൊടുക്കുമ്പോഴാണ്. ഓക്കെ. ഇപ്പം വെള്ളം തീറ്റയൊക്കെ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കും അല്ലേ? അത് നല്ലൊരു ഐഡിയ കേട്ടോ.
അപ്പോൾ അതിന് പ്രത്യേകം ചരുവും പാത്രമൊന്നും വേണ്ട. അതിനകത്ത് തുറന്ന് വിട്ട് കൊടുത്താൽ മതി. പശുവിൻ്റെ തീറ്റയും കാര്യങ്ങളൊക്കെ വയ്ക്കുമല്ലോ. വൈക്കോല് കൊടുക്കുന്നുണ്ട്, പിന്നെ പോച്ചയുണ്ട്, ഇവിടെ വളർത്തുന്നുണ്ട് പോച്ച. അതിനൊക്കെ നോക്കാൻ പ്രത്യേകം ആൾക്കാരുണ്ടല്ലോ ഓരോന്നിനെ നോക്കാനായിട്ട്. പശു നോക്കാൻ തമിഴ് ഗ്രൂപ്പ്, ആ പോത്തിന് നോക്കാൻ നേപ്പാളി, അതെ. പിന്നെ പുറംപണിക്ക് ബംഗാളി. അപ്പം ബംഗാളീസും നേപ്പാളീസും ഒക്കെ ഉണ്ട്, മലയാളീസും എല്ലാവരും ഉണ്ട് അല്ലേ. എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു ഫാം തന്നെയാണ്. നല്ല ജോലിയുണ്ട്, നല്ല രസമാണ്. ഇതൊക്കെ ഇവരിവിടെയൊക്കെ ഉള്ള ജീവിതം എന്ന് പറയുന്നത് അല്ലേ. നല്ല എടുപ്പത് പണിയുണ്ട്. ഒരു വർഷം കൂടെ കഴിഞ്ഞ് വന്ന് നോക്കിക്കണമെങ്കിൽ ഇവിടെയൊക്കെ ഇനിയും കുറേ പണികൾ ചെയ്യാനുണ്ട്. അവർക്ക് കുറേ പ്ലാനും പദ്ധതികളും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഏതാണ്ടൊക്കെയോ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ റിസോർട്ട് ചെയ്യാനായിട്ട്. ശരി. ആക്കും മുതലാളിയാക്കും, പൊന്നൂസ് മുതലാളിയല്ലേ, ആക്കിക്കോളും. ഇപ്പം പശുവിൻ്റെ കാര്യമൊക്കെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങളല്ലേ. ഇപ്പം പാലും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിഴിയുന്നതൊക്കെ ഇവരെല്ലാവരെയും. എത്ര പേരുണ്ട് പിഴിയുന്ന? ഒരാളേ ഉള്ള. അപ്പം എത്ര പശുക്കളെ പിഴിയുന്നുണ്ട്? 8. ഇത് ഏതെണ്ണത്തിൽപ്പെട്ട പശുക്കളാണ്? ജേഴ്സിയൊക്കെ. അപ്പോൾ ഇത് 3 തട്ടായിട്ട് അവിടെ എങ്ങനെ കെട്ടിയേക്കുന്നത് അല്ലേ പശുക്കൾ? അപ്പോൾ അമ്മ പശുക്കളെല്ലാം താഴെ കെട്ടിയിട്ട് അതിൻ്റെ കൊച്ചുങ്ങളെല്ലാം മേലോട്ട് കെട്ടും അല്ലേ. അങ്ങനെ 2-3 തട്ടായിട്ട് അവിടെ തിരിച്ചേക്കുന്നത് കേട്ടോ. അതും ഒരു രസമാണ്. അപ്പോൾ അവിടെ എല്ലാം ഈ പിന്നെ അതിൻ്റെ മൂത്രമൊന്നും ഇങ്ങോട്ടും താഴോട്ടൊന്നും വരത്തില്ല. എല്ലാം അങ്ങോട്ട് ഓവിട്ടിട്ടുണ്ട് അല്ലേ. അതെല്ലാം നല്ല സൗകര്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം തട്ടാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായ ചാണകവും മൂത്രവും ഒന്നും ഇങ്ങോട്ട് വരത്തില്ല. മഴ പെയ്യുമ്പോൾ നനയും. നമുക്ക് തൊഴുത്തെല്ലാം റെഡിയാക്കുക അവിടുത്തെ താഴെ. അതുകൊണ്ട് അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ താഴെ പണി നടക്കുന്നതുകൊണ്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കെട്ടിയിരിക്കുക. താഴെ പണി നടക്കും. 2 കുഞ്ചുകൾ കിടപ്പുണ്ട് അപ്പുറത്ത്. ഓഹോ, ചെറിയ കുഞ്ചുകൾ. എവിടെ? അപ്പുറത്തുണ്ടോ? 2 കുഞ്ചു, ഒരു കാളയും പെൺകുട്ടി ഉണ്ട്. പിന്നെ 3 ചേന പശുവാണ്. അത് ജേസിയ. ഇപ്പോൾ 7 പശുക്കളെ പിഴിയുന്നുണ്ട്, പിന്നെ 2 ചെനയുള്ളതുണ്ട്. അപ്പം അതിൻ്റെ കുഞ്ഞുങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. 3 ചെനയുണ്ട്. 3 കിടാക്കൾ ചെന. അപ്പം നല്ല ജോലിയൊക്കെ ഉണ്ട് അല്ലേ അല്ലേ അത്യാവശ്യം. ഡെയിലി വന്നു പോകുന്നു അതോ ഇവിടെ നിൽക്കുവന്നോ? ഞാൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് 7 വർഷമായി. 7 വർഷമായി. എവിടെ സ്ഥലം? എവിടെ? എനിക്ക് തെങ്കാശി. ഓക്കെ. പെല്ലറ്റ് അല്ലേ. കുട്ടിക്കും അമ്മയ്ക്കും വേറെ പെല്ലറ്റുകളാണ്. ഇത് കറക്കിൻ്റെ പശുക്കൾക്ക് ചെനപ്പശുവിനെ കിടാക്കണം. ചെനപ്പശുക്ക് അത് തന്നെ കൊടുക്കുക. അപ്പോൾ അവർ അന്നു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. സ്റ്റോക്ക് വേറെ കൊണ്ടുവച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊടുക്കാനുള്ള സാധനം ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പം പാലൊക്കെ പിഴിയാനുള്ള പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്. മറ്റേ രാവിലെ ആകുമ്പോൾ 40 കിട്ടും. 40 ലിറ്റർ. ഉച്ചയ്ക്കാകുമ്പോൾ 10-20 കിട്ടും. ശരി. കുറച്ച് പശു ചെനയായില്ലേ. ഇപ്പോൾ കുറഞ്ഞതേ ഉള്ളൂ ഇടയ്ക്ക്. സൊസൈറ്റി ആൾക്കാർ ഇവിടെ വന്ന് എടുക്കുമോ അതോ ഞങ്ങൾ അവിടെ പോയി കൊടുക്കും? അവിടെ കൊണ്ടുകൊടുക്കും. പള്ളിമണം കൊണ്ടുപോകും. ഇവിടെ ഓരോന്നിനും ഇങ്ങനെ ഷീറ്റിട്ട് ഇങ്ങനെ വേർതിരിച്ച് ഇങ്ങനെ ഓരോന്നിനെ കെട്ടാനായിട്ട് ഇങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ അതാണ്ട് ഈ ബോർഡർ കൊടുത്തേക്കുന്നുണ്ടല്ലോ, എന്തോരം മതിൽ അവിടെ കെട്ടിയിട്ടേക്കുന്നുണ്ടോ. ചുറ്റും മതിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ, പുറത്തുനിന്ന് പട്ടികളൊന്നും കടന്ന് കയറി വന്ന് ഇവരെ ആക്രമിക്കാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെയ്തേക്കുന്ന എല്ലാം നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണിത്. പിന്നെ അവർക്ക് താമസിക്കാനുള്ള വീടും ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇവിടുത്തെ ജോലിക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം അതിനകത്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നേ ഉള്ളൂ. കാരണം ഈ ഒരു കുഴി എത്രയൊക്കെ ആക്കി എടുക്കാൻ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര അതിശയം തന്നെയാണ്. പാർക്കും കാര്യങ്ങളും എല്ലാവർക്കും വന്ന് കാണാനും ഒക്കെ കുറച്ച് നേരം വന്ന് ഇരിക്കാനും ഒക്കെ ഉള്ളതായ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നാണ് പുള്ളിക്കാരൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനിയും എല്ലാ വർക്കുകളും നന്നായി നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.